എൻ്റെ സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല. കുറേ ആയി ഒരു വ്ളോഗ് ചെയ്തിട്ട്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളിന്നൊരു ഫാമിലി ട്രിപ്പ് പോവുകയാണ്. ഞാൻ എൻ്റെ അമ്മേനെ കാണിച്ചു തരാം. യെസ്, ഞങ്ങളിപ്പോൾ എല്ലാവരും റെഡി. ഒരു പച്ച മയത്തിലാണുള്ളത്. രാവിലെ പോയി എങ്ങോട്ട് ഡെസ്റ്റിനേഷൻ നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അപ്പം രാവിലെ ഇറങ്ങാനൊക്കെയാണ്. എല്ലാം പാക്ക് ചെയ്തു. അവിടുന്ന് മാമൻ, മുത്തമ്മ എല്ലാവരും വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, ഞാനത് ഷോർട്സിൽ കാണിക്കാം. അപ്പം കാണാം. ഹായ് 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 മുത്തച്ഛ. ഹായ് ഹായ്. Hello guys. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി. ഞങ്ങളൊക്കെ എൻ്റെ വ്ളോഗിൽ വേണമെങ്കിൽ കമോൺ. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. നല്ല ഇഡ്ഡലി സാമ്പാറുണ്ട്. മുത്തമ്മയുടെ സ്പെഷ്യലാണിത്. നല്ല രസമുണ്ട്. പറയൂ മാമ, എന്താണ് ഈ ട്രിപ്പിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? സൂപ്പർ, വെരി ഗുഡ്. അതെ, ഞങ്ങളുടെ ഞങ്ങളുടെ ട്രാവൽ കോർഡിനേറ്റർ മിസ്റ്റർ ജയരാജൻ മിത്തിലെ വീട്. നമ്മൾ പോയി 2 വാക്ക് സംസാരിക്കുന്നു. പറയൂ സാർ, എന്താണ് പറയാനുള്ളത്? കോർഡിനേറ്റർ ശരിക്കും ഇയാളാണ് ഇത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കിയത്. പക്ഷേ എല്ലാ ഉത്തരവാദിത്വം എൻ്റെ തലയിലായിപ്പോയി. അങ്ങനെ പറഞ്ഞ് കുറെ ചർച്ചകൾക്ക് ശേഷം ഞങ്ങളിത് വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇതെല്ലാവരും ഉണ്ട്. എവിടെ ചെറുതെവിടെ? അപ്പൊ ഞങ്ങൾ ഇനി ഇതിന്റെ അകത്തേക്ക് കയറാനുള്ള ഇതിലാണ്. പക്ഷെ ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടാണ്. പക്ഷെ അത് ഞങ്ങൾ മൈൻഡാക്കുന്നില്ല. ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ള പ്രഹസനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സൂലെത്തി. പക്ഷെ ഭയങ്കര കൗണ്ടറായി പോയി. എന്താ പറഞ്ഞോട്? ഭയങ്കര തിരക്ക്. ചൂടത്ത് ആരും വരില്ല എന്ന് സ്ഥലത്താണ് നല്ല തിരക്ക്. ബാക്കിലെ കാണാൻ ചിലപ്പോൾ മനസ്സിലാവുണ്ടായിട്ട് തോന്നും. നല്ല തിരക്കാണ്, നല്ല കോർഡിനേറ്ററായ മാമൻ കഷ്ടപ്പെട്ട് കന്നഡ പഠിച്ച് നമ്മളോട് പറയുന്നതാണ് കേട്ടത്.
ഞങ്ങൾ വണ്ടിയിൽ പോകാനുള്ള പരിപാടി ക്യാൻസൽ ചെയ്തിരുന്നു. ബിക്കോസ് പെർ പേഴ്സൺ 240 ആണ്. വളരെ നഷ്ടമായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരും കൂടെ നടക്കാം എന്നങ്ങ് തീരുമാനിച്ചു. സൂല് വന്നിട്ട് എങ്ങനെയുണ്ട് മാമ, പറയൂ. സൂപ്പർ, അതെ, പുതിയ കാഴ്ചകൾ. അതെ ഓക്കെ. അതെ. വെയിലുണ്ടോ, തിരക്കാണോ? പിന്നെ ചിൽഡ്രൻസിനുള്ള ഒരു എന്റർടൈൻമെന്റ്. ഓക്കെ. ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി. ഭക്ഷണം കഴിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ ഞങ്ങളുടെ 3ാമത്തെ 4ാമത്തെ കണ്ട ഡെസ്റ്റിനേഷൻ എത്തി, പാലസ്. ഞങ്ങളങ്ങനെ പാലസ് കാണാൻ പോവാണ്. ഓൾമോസ്റ്റ് വൈകുന്നേരം 4:30. ചായ കുടിച്ചു, അവിടെ തന്നെ ചായ കുടിച്ചു. അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ മധുരമില്ലാതെ പൊളിച്ചേർത്തെ ട്രാക്ക് മാറ്റി. ആദ്യാനുരാഗം ധന്യമാകും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. ഞങ്ങളങ്ങനെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി, വൃന്ദാവൻ. പക്ഷെ ഭയങ്കര മഴ. ഇത്ര നേരം വെയിലായിരുന്നെങ്കിൽ ഇപ്പൊ മഴ. അങ്ങനെ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി വീണ്ടും ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ വൃന്ദാവൻ. ബാക്കിൽ വരുന്നുണ്ട്, ഫ്രണ്ടിൽ ഇതാവർ പോകുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. സത്യം പറഞ്ഞ് മടുത്തോട്ടാ. ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ വലിയൊരു വെയിലോ നിങ്ങളെ എല്ലാവരും ഉണ്ട്. കിട്ടുന്നില്ല എന്നുള്ള പരാതിയായി. അതെ, എല്ലാവരും നടന്നു പറയാൻ പാടില്ല. അങ്ങനെ നടക്കും. വീണ്ടും ഞങ്ങൾ പെട്ടു. വീണ്ടും മഴ. ഫൈനലി ഗൈസ് ഞങ്ങൾ മഴ തീർന്നു, ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. ഇഷ്ടായോ? ഇഷ്ടായോ? ഇഷ്ടായി. കാണു ഗൈസ്, നല്ല രസമുണ്ട്. ആക്ച്വലി വന്നതാണെങ്കിലും കാണുമ്പോൾ വീണ്ടും വീണ്ടും രസം.
വന്നു അറിയാം അമ്മ. അതന്നെയാണ് ടൂർ പോയിട്ട് എന്തുണ്ട് വിശേഷം? ഇഷ്ടപ്പെട്ടോ? ആവശ്യപ്പെട്ടു. നല്ലയാണോ? ആ അടിപൊളിയാണ് ഇങ്ങനെ അടിപൊളി.